ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വെറുതെ ഒരു പാഠം പഠിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആകാശത്തിലെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുന്ന ഒരു കേസ് സ്റ്റഡി നടത്താൻ പോവുകയാണ്. കൂടെ നമ്മുടെ ടീച്ചറുമുണ്ട്. അതെ മാഷേ, ആകാശമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആരെയാ? നമ്മുടെ പകലിലെ രാജാവായ സൂര്യനെ തന്നെ. കറക്റ്റ്. സൂര്യൻ വെറുമൊരു ഗോളമല്ല, അതൊരു നക്ഷത്രമാണ്. നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജവും പ്രകാശവും നൽകുന്നത് സൂര്യനാണെന്ന കാര്യം മറക്കരുത്. മാഷേ, ഒരു സംശയം. സൂര്യൻ രാവിലെ കിഴക്കുദിക്കുകയും വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ? സൂര്യൻ ഓടുകയാണോ? ഏയ് അല്ല ടീച്ചറേ, അത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സ്വയം കറങ്ങുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പോ ഭൂമിയുടെ കാര്യമോ? സൂര്യനിൽ നിന്നുള്ള ദൂരം നോക്കിയാൽ നമ്മുടെ ഭൂമിക്ക് 3-ാം സ്ഥാനമാണ്. ഉപരിതലത്തിൽ ധാരാളം വെള്ളമുള്ളതുകൊണ്ട് ഇതിനെ നീലഗ്രഹമെന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിൽ ജീവനുള്ള ഒരേ ഒരു ഗ്രഹവും നമ്മുടെ ഭൂമിയാണ്. ഇതിന്റെ ആകൃതിയും ഒന്ന് ശ്രദ്ധിക്കണം. ഭൂമി മുട്ട പോലെ പൂർണ്ണഗോളമല്ല, ധ്രുവങ്ങളിൽ അല്പം പരന്ന ജിയോയിഡ് ആകൃതിയാണ്. മാത്രമല്ല, ഭൂമി നേരെ നിൽക്കുകയല്ല, അതിന്റെ അച്ചുതണ്ടിൽ ചരിഞ്ഞാണിരിക്കുന്നത്. ഈ ചരിവും കറക്കവും കാരണമാണല്ലോ നമുക്ക് രാവും പകലും ഋതുക്കളുമൊക്കെ ഉണ്ടാകുന്നത്. അതെ ടീച്ചറെ, ഭൂമിക്ക് 2 ചലനങ്ങളുണ്ട്. ഭ്രമണം അഥവാ റൊട്ടേഷൻ, ഭൂമി സ്വയം കറങ്ങുന്നത്. ഇതിന് 24 മണിക്കൂർ വേണം. ഇതിന്റെ ഫലമായാണ് രാവും പകലും ഉണ്ടാകുന്നത്. പരിക്രമണം അഥവാ റെവല്യൂഷൻ, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിന് 365 കാൽ ദിവസം അഥവാ 1 വർഷം വേണം. ഇതിന്റെ ഫലമായാണ് ഋതുഭേദങ്ങൾ അഥവാ മഴക്കാലം, വേനൽക്കാലം തുടങ്ങിയവ ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ചന്ദ്രന്റെ കേസ് എടുക്കാം. ഭൂമിയിൽ നിന്ന് 3,84,400 കിലോമീറ്റർ ദൂരെയുള്ള ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ല. സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതിനെ നമ്മൾ നിലാവെന്ന് വിളിക്കുന്നു. ഇവിടെ കുട്ടികൾ 2 വാക്ക് പഠിക്കണം. ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് സെലനോളജി എന്നും ചന്ദ്രന്റെ ഉപരിതലത്തിലെ പർവ്വതങ്ങൾ, ഗർത്തങ്ങൾ അഥവാ വലിയ കുഴികൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന് സെലനോഗ്രാഫി എന്നും പറയുന്നു. മാഷേ, ചന്ദ്രൻ ചിലപ്പോൾ കാണാതാകുകയും ചിലപ്പോൾ വട്ടത്തിൽ വരികയും ചെയ്യുന്നതെന്തുകൊണ്ടാ? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതുകൊണ്ടാണത്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വന്നാൽ അത് അമാവാസി അഥവാ ന്യൂ മൂൺ. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വന്നാൽ അത് പൗർണമി അഥവാ ഫുൾ മൂൺ. പൗർണമിക്ക് ശേഷം ചന്ദ്രൻ ചെറുതാകുന്നതിനെ ക്ഷയം എന്നും അമാവാസിക്ക് ശേഷം വലുതാകുന്നതിനെ വൃദ്ധി എന്നും പറയുന്നു. ഗ്രഹണങ്ങളും ഇങ്ങനെ തന്നെയാണല്ലേ മാഷേ? സൂര്യഗ്രഹണം, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ അഥവാ അമാവാസി നാളിൽ. ചന്ദ്രഗ്രഹണം, സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുമ്പോൾ അഥവാ പൗർണമി നാളിൽ. സൗരയൂഥത്തിൽ സൂര്യനെ കൂടാതെ 8 ഗ്രഹങ്ങളുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. കൂടാതെ ഞങ്ങൾ മനുഷ്യർ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളും അവിടെയുണ്ട്. ഇവയാണ് നമുക്ക് കാലാവസ്ഥാ വിവരം നൽകുന്നതും TV, GPS എന്നിവ പ്രവർത്തിപ്പിക്കുന്നതും ഇവയാണ്. നമ്മുടെ ഇന്ത്യയുടെ ISROയെപ്പറ്റി പറയാതെ പറ്റില്ലല്ലോ. 1969 ഓഗസ്റ്റ് 15-നാണ് ഇത് സ്ഥാപിതം, ബാംഗ്ലൂർ ആസ്ഥാനമായി. 2008-ൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് എന്ന കാര്യവും കുട്ടികൾ ഓർക്കണം. അവസാനമായി നമ്മൾ സമയമളക്കാൻ ഉപയോഗിക്കുന്ന കലണ്ടറുകൾ. ഗ്രിഗോറിയൻ ഇംഗ്ലീഷ് കലണ്ടർ, കൊല്ലവർഷം മലയാളം കലണ്ടർ, ചിങ്ങം മുതൽ കർക്കിടകം വരെ. ശകവർഷം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ, ആദ്യമാസം ചൈത്രം. ഹിജറ വർഷം ചന്ദ്രപ്പിറവിയെ അടിസ്ഥാനമാക്കിയുള്ളത്. ആ പരിക്രമണത്തിനെടുക്കുന്ന അധികമുള്ള കാൽ ദിവസം കൂട്ടിവച്ചാണല്ലോ 4 വർഷത്തിലൊരിക്കൽ ഫെബ്രുവരിയിൽ 29 ദിവസമുള്ള അതിവർഷം അഥവാ ലീപ് ഇയർ ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആകാശത്തിലെ അദ്ഭുത പുതികൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ നോട്ടുകൾ നന്നായി പഠിക്കുമല്ലോ. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി കാണപ്പെടാൻ കാരണമെന്ത്? വളരെ നല്ല ചോദ്യം. നമ്മളെല്ലാ ദിവസവും കാണുന്നൊരു കാര്യമാണല്ലേ ഇത്? അതെ. നമുക്ക് തോന്നും സൂര്യൻ ഇങ്ങനെ ആകാശത്തൂടെ നടന്നു പോവുകയാണെന്ന്. പക്ഷേ ശരിക്കും അതല്ല സംഭവിക്കുന്നത്. പിന്നെന്താണ്? നമ്മുടെ ഭൂമിയില്ലേ, അതൊരു പമ്പരം പോലെ സ്വയം കറങ്ങുന്നുണ്ട്. ഈ കറക്കം പടിഞ്ഞാറ് ദിശയിൽ നിന്ന്
കിഴക്ക് ദിശയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കറങ്ങുന്ന ഭൂമിയിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോവുകയാണെന്ന്. ആ, മനസ്സിലായി. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താ? നമ്മളൊരു ഓടുന്ന ബസ്സിലിരിക്കുമ്പോൾ പുറത്തുള്ള മരങ്ങളൊക്കെ പുറകിലേക്ക് ഓടിപ്പോകുന്നതായി തോന്നാറില്ലേ? ആ, തോന്നാറുണ്ട്. അതുപോലെ തന്നെ ശരിക്കും മരങ്ങൾ ഓടുകയാണോ? അല്ല, ബസ്സാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ ചലിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. വളരെ നല്ല ഉദാഹരണം. അപ്പോ അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? അവ ഏതെല്ലാം? നമ്മുടെ സൗരയൂഥത്തിൽ, അതായത് സൂര്യന്റെ ഈ കുടുംബത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. 8 എണ്ണം. അതെ, അവയുടെ പേരുകൾ ഞാൻ ഓർഡറിൽ പറയാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ശരി. അപ്പോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ഗ്രഹങ്ങൾ എന്നു പറഞ്ഞാൽ അവ ഒരു നിശ്ചിത വഴിയിലൂടെ സൂര്യനെ ചുറ്റുന്ന വലിയ ആകാശഗോളങ്ങളാണ്. സൂര്യനെ ചുറ്റുന്നവ. അതെ. എന്നാൽ ഉപഗ്രഹങ്ങൾ അങ്ങനെയല്ല. അവ ഈ ഗ്രഹങ്ങളെയാണ് ചുറ്റുന്നത്. ആ, അപ്പോൾ നമ്മുടെ ഭൂമി ഒരു ഗ്രഹമാണ്, കാരണം അത് സൂര്യനെ ചുറ്റുന്നു. ചന്ദ്രനോ? ചന്ദ്രൻ ഭൂമിയെയാണ് ചുറ്റുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ്. അപ്പോ ഗ്രഹങ്ങളെ ചുറ്റുന്ന ചെറിയ ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. അതെ, വളരെ ശരിയാണ്. ഇനി അടുത്തത്, എന്താണ് സൂര്യഗ്രഹണവും അമാവാസിയും? ഇത് രണ്ടും ഒരുമിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതായത് സൂര്യനും നമ്മുടെ ഭൂമിക്കുമിടയിലെ ചന്ദ്രൻ വരുമ്പോഴാണ് ഈ 2 കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ? അതെ. അങ്ങനെ വരുമ്പോൾ സൂര്യന്റെ വെളിച്ചം തട്ടാത്ത ചന്ദ്രന്റെ ഭാഗമില്ലേ, ആ ഇരുണ്ട ഭാഗം, അത് നമ്മുടെ ഭൂമിക്ക് നേരെ വരും. അപ്പം നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് എന്നൊക്കെ പറയുന്നത്. ശരി. അപ്പോൾ സൂര്യഗ്രഹണോ? ഈ അമാവാസി ദിവസം ചിലപ്പോ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരും. ഒരേ ലൈനില്? അതെ, കറക്റ്റ് ഒരേ ലൈനിൽ. അപ്പൊ ചന്ദ്രൻ പകൽ സമയത്ത് സൂര്യനെ മറയ്ക്കും. ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മൾ കളിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ സൂര്യനു മുന്നിൽ വന്നു നിന്നാലേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുപോലെ ചന്ദ്രൻ സൂര്യന് മുന്നിൽ വന്ന് വെളിച്ചം തടയുന്നതാണ് സൂര്യഗ്രഹണം. വളരെ ലളിതമായി പറഞ്ഞു. അപ്പോ ഇതിന്റെ നേരെ തിരിച്ചുള്ള കാര്യവുമുണ്ടാകും അല്ലേ? ചന്ദ്രഗ്രഹണവും പൗർണമിയും എന്താണ്? തീർച്ചയായും. ഇത് സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനുമിടയിൽ നമ്മുടെ ഭൂമി വരുമ്പോഴാണ്. ഇത്തവണ ഭൂമിയാണ് നടുക്ക്. അതെ. അപ്പോൾ എന്ത് സംഭവിക്കും? സൂര്യന്റെ വെളിച്ചം മുഴുവനായി ചന്ദ്രനിൽ തട്ടും. നമുക്കപ്പോൾ ചന്ദ്രനെ ഒരു വെള്ളിത്തളിക പോലെ പൂർണ്ണമായി കാണാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. അതെ. ആ ദിവസമാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. ശരി. അപ്പോ ചന്ദ്രഗ്രഹണമോ? ചില പൗർണമി ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരും. അപ്പോ നമ്മുടെ ഭൂമി ഒരു വലിയ നിഴല് നേരെ ചെന്ന് ചന്ദ്രനിൽ വീഴും. ചന്ദ്രനൊന്ന് ഇരുണ്ടുപോകും. ഇതിനാണ് ചന്ദ്രഗ്രഹണമെന്ന് പറയുന്നത്. ആഹാ. അപ്പോ ഭൂമിയുടെ നിഴലാണ് ചന്ദ്രഗ്രഹണമുണ്ടാക്കുന്നത്. അതെ. പൗർണമി എന്ന് പറഞ്ഞാൽ ആകാശത്ത് ചന്ദ്രൻ ഒരു വലിയ പന്ത് പോലെ തിളങ്ങി നിൽക്കുന്നതാണ്. ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ആ പന്തിന്റെ മുകളിൽ ഭൂമിയുടെ നിഴൽ വീഴുന്നൊരു കളിയാണ്. എനിക്കൊരു സംശയം. എല്ലാ അമാവാസി പൗർണമി നാളുകളിലും ഈ ഗ്രഹണങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? വളരെ നല്ല സംശയം. കാരണം എല്ലാ പൗർണമി അമാവാസി ദിവസങ്ങളിലും ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനും കൃത്യമായി ഒരേ നേർരേഖയിൽ വരാറില്ല. ഓഹോ. ചെറിയൊരു വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ തട്ടാതെ കുറച്ചു മുകളിലൂടെയോ താഴിലൂടെയോ പോകും. അതുപോലെ ചന്ദ്രന്റെ നിഴലും. അതുകൊണ്ടാണല്ലേ എപ്പോഴും ഗ്രഹണം നടക്കാത്തത്? അതെ. 3 പേർ കൃത്യം ഒരേ വരിയിൽ നിന്നാലല്ലേ ഒരാളുടെ നിഴൽ മറ്റൊരാളുടെ മുകളിൽ വീഴുകയുള്ളൂ. അതുപോലെയാണിതും. ശരി. അടുത്ത ചോദ്യം. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ വിവിധ ദിവസങ്ങളിൽ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ കാണപ്പെടാൻ കാരണമെന്ത്? ചന്ദ്രക്കലകൾ വലുതാകുന്നതും ചെറുതാവുന്നതുമല്ലേ? അതെ. അതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ സൂര്യന്റെ വെളിച്ചം ചന്ദ്രന്റെ ഓരോ ഭാഗത്തായിരിക്കും ഓരോ ദിവസം തട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗത്തിന്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നതായി തോന്നും. അതെളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഒരു പന്തെടുക്കുക. എന്നിട്ടൊരു ഇരുട്ടുമുറിയിൽ വെച്ച് അതിലേക്കൊരു ടോർച്ച് അടിച്ചു നോക്കൂ. ശരി. എന്നിട്ട് ആ പന്ത് പതുക്കെ തിരിച്ചാൽ വെളിച്ചം കാണുന്ന ഭാഗത്തിന്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം.
അതുപോലെ തന്നെയാണ് ചന്ദ്രന്റെ കാര്യവും. വളരെ നല്ല ആശയം. ഇനി ചന്ദ്രന് സൂര്യനെപ്പോലെ ചൂടില്ലാത്തതെന്തുകൊണ്ട്? കാരണം വളരെ ലളിതമാണ്. സൂര്യനെന്ന് പറയുന്നത് സ്വയം കത്തുന്ന, പ്രകാശിക്കുന്നൊരു വലിയ നക്ഷത്രമാണ്, ഒരു തീഗോളം പോലെ. അതെ. പക്ഷേ ചന്ദ്രനൊരു നക്ഷത്രമല്ല, അതൊരു ഉപഗ്രഹം മാത്രമാണ്. അതിന് സ്വയം പ്രകാശിക്കാനോ ചൂടുണ്ടാക്കാനോ കഴിവില്ല. പിന്നെങ്ങനെയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്? സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു കണ്ണാടിയിൽ വെളിച്ചം തട്ടി തിളങ്ങുന്നത് പോലെ. അതുകൊണ്ടാണ് ചന്ദ്രന് ചൂടില്ലാത്തത്, തണുത്ത വെളിച്ചം മാത്രം തരുന്നത്. ശരിയാണ്. ഇനി നക്ഷത്രങ്ങളെക്കുറിച്ച് ചോദിക്കാം. നക്ഷത്രങ്ങളെ പകൽ കാണാത്തതെന്തുകൊണ്ട്? നക്ഷത്രങ്ങൾ പകലും ആകാശത്ത് തന്നെയുണ്ട്. അവ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെന്താ കാണാത്തത്? കാരണം നമ്മുടെ സൂര്യനാണ്. സൂര്യനും ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അതുകൊണ്ട് പകൽ സമയത്ത് സൂര്യന്റെ അതിശക്തമായ പ്രകാശമുണ്ടാകും. ആ വലിയ വെളിച്ചത്തിൽ വളരെ ദൂരെയുള്ള മറ്റു നക്ഷത്രങ്ങളുടെ ചെറിയ പ്രകാശം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഒരു വലിയ ലൈറ്റ് തെളിച്ചു വെച്ചാൽ അതിന്റെ അടുത്തുള്ള ഒരു ചെറിയ മെഴുകുതിരിയുടെ വെട്ടം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, പ്രയാസമാണ്. അതുപോലെ സൂര്യന്റെ വെളിച്ചത്തിൽ മറ്റു നക്ഷത്രങ്ങൾ മുങ്ങിപ്പോകുന്നു. വളരെ ശരിയാണ്. അപ്പോ കറുത്തവാവ് ദിവസം ചന്ദ്രനെ കാണാത്തതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ അമാവാസ്യയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? ഉണ്ട്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരും. അതെ. അപ്പോൾ സൂര്യപ്രകാശം തട്ടുന്ന ചന്ദ്രന്റെ ഭാഗം ഭൂമിക്ക് എതിർവശത്തായിരിക്കും. നമ്മുടെ നേരെ വരുന്നത് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയാത്തത്. ഓ, അപ്പൊ നമ്മൾ നോക്കുന്നത് ചന്ദ്രന്റെ നിഴലുള്ള ഭാഗത്തേക്കാണ്. അതെ. നല്ല ഇരുട്ടത്ത് ഒരു കറുത്ത തുണി പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ? അതുപോലെയാണിതും. ശരി. ഇനി നമുക്ക് മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരാം. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? അത് നമ്മുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21-നാണ്. ആഹാ. അതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ എല്ലാ വർഷവും ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ആരായിരുന്നു അന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത്? അമേരിക്കയുടെ അപ്പോളോ 11 എന്ന വാഹനത്തിൽ പോയ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനുമാണ് അന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത്. കൊള്ളാം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രയാൻ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1. അതെ. ഇത് 2008 ഒക്ടോബർ 22-നാണ് വിക്ഷേപിച്ചത്. എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം? ആ ദൗത്യമാണ് ചന്ദ്രനിൽ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ വെള്ളത്തിന്റെ അംശമുണ്ടെന്ന് കണ്ടെത്താൻ സഹായിച്ചത്. ചന്ദ്രനിൽ വെള്ളമോ? അതെ. വെള്ളം തന്മാത്രകളുടെ രൂപത്തിലുണ്ടെന്ന് ചാന്ദ്രയാൻ 1 കണ്ടെത്തി. അത് വലിയൊരു കാര്യമായിരുന്നു. ശരിയാണ്. അടുത്തത് എന്താണ് നിലാവ്? നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമാണിത്. ചന്ദ്രന് സ്വന്തമായി പ്രകാശിക്കാനുള്ള കഴിവില്ല, അല്ലേ? ഇല്ല. സൂര്യനിൽ നിന്നും മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള പ്രകാശം ചന്ദ്രനിൽ തട്ടി തിരിച്ചുവരും. അങ്ങനെ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്കെത്തുന്ന ആ വെളിച്ചമാണ് നിലാവ്. വെയിലത്ത് ഒരു കണ്ണാടി പിടിക്കുന്ന പോലെ. അതെ, അതുതന്നെ. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനെന്ന കണ്ണാടിയിൽ തട്ടി രാത്രി ഭൂമിയിലേക്ക് വരുന്നതാണ് നിലാവ്. ഭ്രമണം, പരിക്രമണം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടും ഭൂമിയുടെ ചലനങ്ങളാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു പമ്പരം പോലെ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. സ്വയം കറങ്ങുന്നത് ഭ്രമണം. അതെ. ഇനി ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഒരു വലിയ വട്ടം കറങ്ങുന്നുണ്ട്. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോ ഒരു പമ്പരം തനിയെ കറങ്ങുന്നത് ഭ്രമണം, അത് ഒരു കസേരയ്ക്ക് ചുറ്റും ഓടുന്നത് പരിക്രമണം. അങ്ങനെ പറയാമോ? അതേ, വളരെ കൃത്യമായ ഉദാഹരണം. രാത്രിയും പകലുമുണ്ടാകുന്നതെങ്ങനെ? അത് ഭൂമിയുടെ ഭ്രമണം, അതായത് സ്വയം കറങ്ങുന്നത് മൂലമാണ്. അതെങ്ങനെയാണ്? ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ സൂര്യന് നേരെ വരുന്ന ഭാഗത്ത് വെളിച്ചം കിട്ടും. അപ്പോൾ അവിടെ പകൽ. ശരി. അതിന്റെ നേരെ എതിർവശത്ത് സൂര്യന്റെ വെളിച്ചം കിട്ടില്ലല്ലോ, അവിടെ ഇരുട്ടായിരിക്കും. അപ്പോൾ അവിടെ രാത്രി. ഒരു ടോർച്ചിനു മുന്നിൽ നിന്ന് കറങ്ങുന്നത് പോലെ. അതെ, അതുതന്നെ. ടോർച്ചിന് നേരെ മുഖം വരുമ്പോൾ പകൽ, പുറകുവശത്ത് രാത്രി. അതുപോലെയാണ് ഭൂമിയിലും. അവസാനത്തെ ചോദ്യമാണ്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്നാൽ എന്ത്? വൃദ്ധിയും ക്ഷയവും പേരിലുണ്ടതിന്റെ അർത്ഥം. അതെ. വെളുത്ത വാവ്, അതായത് പൂർണ്ണചന്ദ്രൻ മുതൽ കറുത്ത വാവ് വരെ ചന്ദ്രക്കല ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നതിനെ ക്ഷയം എന്ന് പറയുന്നു. ക്ഷയിക്കുക, കുറയുക. അതെ. ഇനി കറുത്ത വാവ് കഴിഞ്ഞ് അടുത്ത വെളുത്ത വാവ് വരെ ചന്ദ്രക്കല വീണ്ടും വലുതായി വലുതായി വരും. ഇതിനെ വൃദ്ധി എന്നും പറയുന്നു. വലുതാവുന്നത് വൃദ്ധി, ചെറുതാവുന്നത് ക്ഷയം. വളരെ ശരിയാണ്. ഒരു ബിസ്ക്കറ്റ് നമ്മൾ കടിച്ച് കടിച്ച് ചെറുതാക്കുന്നത് പോലെ ക്ഷയം. പിന്നെ
പുതിയൊരു ബിസ്ക്കറ്റ് എടുക്കുന്നത് പോലെ വൃദ്ധി. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ലളിതമായി ഉത്തരം നൽകി. കുട്ടികൾക്കിത് വളരെ ഉപകാരപ്പെടും. സന്തോഷം.